ഓക്കെ, ഞാൻ കണ്ണൂരേക്ക് പോവാം. ഞാൻ നേരെ ബാംഗ്ലൂർക്കാണ്. എനിക്ക് ബാംഗ്ലൂർ പോകണം, ചെന്നൈ പോകണം, മേ ബി അതുവഴി മുംബൈ പോകണം. ഐ ഡോണ്ട് നോ. സോ ഞാൻ ഇന്ന് ഇറങ്ങിയേക്കുവാണ്. എനിക്കിപ്പോൾ രാവിലെ ടൈം ഒരു 7 മണി എന്താ 7 മണി ഓർ 8 മണി, ഐ ഡോണ്ട് നോ. 7 മണി 7 മണി ആയിട്ടുണ്ട്. ഇവിടുന്ന് ഞാൻ ഡയറക്റ്റ് കണ്ണൂരേക്കാണ് പോകണേ. എനിക്ക് ഇവിടുന്ന് കണ്ണൂർക്ക് ഒരു 500 കിലോമീറ്റർ ഉണ്ട്. അത് ഇന്ന് രാത്രിക്കുള്ളിൽ കവർ ചെയ്യാം. നോട്ട് എ ബിഗ് ഡീൽ. ലെറ്റ്സ് സീ ദ ട്രാഫിക്. ഓക്കെ, എനിക്ക് അവിടെ ചെന്നിട്ട് എൻ്റെ മെൻറ്റർഷിപ്പിലുള്ള കുറേ ആൾക്കാരെ കാണാനുണ്ട്. പിന്നെ വേറെ ഒരാളെ സ്പെഷ്യലായിട്ട് കാണാനുണ്ട്. ലൈക്ക് ലിമിറ്റ്ലെസ്സിനെ അറിയാം, ആളെ കാണാനുണ്ട്. കുറേ കാര്യങ്ങളുണ്ട്. സോ അവിടെ എത്തിയിട്ട് ബാക്കി കാര്യം ഞാൻ സംസാരിക്കാം. ഓക്കെ, ദാറ്റ്സ് മീ ആൻഡ് മൈ ബൈക്ക്. ബൈ. ഓക്കെ, ഞാനിന്ന് ബാംഗ്ലൂരേക്ക് പോവാണ്. എനിക്ക് ജസ്റ്റ് സ്റ്റോറി ഇട്ടപ്പോൾ കുറേ പേര് പറഞ്ഞു ബ്രോ ഡോക്യുമെൻ്ററി ആണ്. ഞാൻ ഇന്നലെ ഇവിടെ കണ്ണൂരെത്തിയാൻ. ഇവിടുന്ന് ഇന്ന് രാവിലെ ബാംഗ്ലൂരേക്ക് പോകും. അവിടുന്ന് എനിക്ക് ചെന്നൈ പോകണം. പിന്നെ അവിടുന്ന് തിരിച്ച് ബാംഗ്ലൂർ വന്നിട്ട് അവിടുന്ന് ഗോവ ടു മുംബൈ. അതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തതാണ്, പക്ഷേ എനിക്ക് തോന്നുന്നില്ല നടക്കും. എന്തായാലും ഞാൻ ബാംഗ്ലൂർ പോവാണ്. ഇന്നലെ ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ട്രേഡ് എടുത്തത് എൻക്യൂവിൽ എൻ്റെ പൊസിഷൻ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയി. പിന്നീട് എനിക്ക് ട്രേഡ് പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫോറക്സ് ഇന്നലെ ട്രേഡ് ചെയ്തില്ല. അപ്പോൾ ഇന്ന് ഫോറക്സ് ചിലപ്പോൾ ഞാൻ നോക്കും, അറിയില്ല. പോകുന്ന വഴിക്ക് നോക്കും. ലണ്ടൻ ഞാൻ നോക്കും. പിന്നെ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേനും ബാംഗ്ലൂർ എത്തും. ചിലപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഫോറക്സ് ട്രേഡ് ചെയ്യാൻ പറ്റും, ഇല്ല എങ്കിൽ ഫ്യൂച്ചേഴ്സ് നോക്കും വൈകിട്ട്. സോ അതാണ്. ഞാൻ ബാംഗ്ലൂരേക്ക് പോവാണ്. ഞാൻ എൻ്റെ കൂടെ 2 പേരുണ്ട്. എൻ്റെ മെൻറ്റർഷിപ്പിൽ തന്നെയുള്ള 2 പേരുണ്ട്. ഞാൻ അവരെ പിന്നീട് കാണിക്കും. ഇന്നലെ ഞാൻ അവരുമായിട്ടൊക്കെ സംസാരിക്കും. അതുകൊണ്ടാണ് പിന്നെ ഇന്നലെ വീഡിയോ എടുക്കാഞ്ഞതും. ഞാനതൊക്കെ അങ്ങ് വിട്ടുപോയി, വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ. സോ ഇന്ന് മുതൽ മേ ബി ഈ ഒരു വീഡിയോ ചെയ്യാം. എല്ലാം ഒന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ട്രേഡിങ് റിലേറ്റഡോ എന്തെങ്കിലുമൊക്കെ കാണിക്കും, പറയുകയാണെങ്കിൽ അതെടുക്കാം. ഓക്കെ, ശരിയാണ്. ഓക്കെ, സാധനം എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ബാംഗ്ലൂർ പോകുന്നത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞില്ല. ബാംഗ്ലൂർ ഞാൻ പോകുന്നതെന്ന് പറയുന്നത് എൻ്റെ സർട്ടിഫിക്കറ്റ് മേടിക്കാനാണ്. യെസ്, എൻ്റെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ്. ഓൾമോസ്റ്റ് 5 വർഷമായി. എന്നിട്ട് ഇപ്പോഴാണ് മേടിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. അതെന്ത് പറയണമെന്ന് എനിക്ക് അവിടെ അറിയില്ല. അങ്ങനെ ചോദിക്കത്തില്ല എന്ന് വിശ്വസിക്കുന്നു. വേറെ വെളിയിലായിരുന്നോ എന്തെങ്കിലുമൊക്കെ പറയാം. സോ ഇവിടുന്ന് ഡയറക്റ്റ് ബാംഗ്ലൂർ, അവിടെ നിന്ന് ടു ചെന്നൈ. ചിലപ്പം ചെന്നൈ ടു തിരിച്ചെൻ്റെ വീട്ടിലേക്ക് പോകും. അതൊന്നും അറിയില്ല, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്കുന്ന ട്രേഡ്സ് എല്ലാം ഉണ്ടെങ്കിൽ അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 2 പേര് എൻ്റെ മെമ്പർഷിപ്പിലുള്ള. ഇത് ഷാഹുൽ, അത് അതുൽ. ഞാനിപ്പോൾ തിരിച്ച് ബാംഗ്ലൂർക്ക് പോവാണ്. ഇതേതാ റോഡ് ഏതാ? ഇത് മൈസൂർ റോഡല്ലേ? മൈസൂർ റോഡ്. നേരെ മൈസൂർ ടു ബാംഗ്ലൂർ. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലാണ്ട് ഇവനെ നോട്ട് ചെയ്ത് വെച്ചു. ഇവനാണ് ഷാഹുൽ. ഓക്കെ, ഞാനെങ്കിൽ ഇവനെ പറ്റി പറയുന്നുണ്ടാവും നെക്സ്റ്റ് 2-3 വീഡിയോസിലൊക്കെ. ഈ വരുന്ന 2-3 വീഡിയോസിൽ അവനെ പറ്റി പറയുന്നുണ്ടാവും. പിന്നെ ഇത് അതുൽ. ആക്ച്വലി ഞാനിങ്ങനെ ഓരോ ആൾക്കാരെ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ അവരുടെ നേരിട്ട് കാണുമ്പോൾ അവരുടെ പ്രോബ്ലം എല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്യും. ഷാഹുലിൻ്റെ കാര്യം എനിക്ക് ഓൾറെഡി അറിയാം. ഇവൻ്റെ പ്രോബ്ലം എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല, പ്രോസസ്സിങ്ങിലാണ്. ഇതിപ്പോൾ പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു ഇപ്പോൾ നോമ്പായതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബാക്കി ബാംഗ്ലൂർ പോയിട്ട് ഞാൻ വീഡിയോ എടുക്കാം. അപ്പോൾ ശരിയപ്പാ. നേരെ അങ്ങോട്ട് വിടുമല്ലേ? എന്തോ പരിപാടി? ശരി അപ്പോഴേ. ഓക്കെ, ഇത് ഞാൻ എൻ്റെ കോളേജിന് അടുത്തെത്തി. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ കൂടി ഇല്ല. ഞാൻ ഈ വണ്ടി ഓടിച്ച് ഈ ഒരു വഴി എത്തിയപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര നൊസ്റ്റാൾജി അടിച്ച്. പണ്ടൊക്കെ പിള്ളേരുമായിട്ട് ഈ വഴി പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ ബൈക്കായിട്ടൊക്കെ ഇതുവഴി ആദ്യമായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് ടൈം. ഇറ്റ്സ് ഓൾമോസ്റ്റ് 5 years ആയിട്ടുണ്ട്. 5 വർഷം. സോ മെനി തിങ്സ്. Oh my god, I'm so happy to be on this road with my bike. Yes, we are heading towards our college. എൻ്റെ കോളേജ് ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇവന്മാരുടെ ഡ്രാമ കാണണം. അതാണ് ഏറ്റവും സഹിക്കാൻ പറ്റാത്തത്. നമ്മൾ
ക്യാഷ് കൊടുത്ത് നമ്മൾ എക്സാം എഴുതി കഷ്ടപ്പെട്ട് പഠിച്ച് എക്സാം എഴുതി നമ്മൾ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഇമാരെന്തോ ഓസിന് തരുന്ന പോലെ ഇമാരുടെ ഷോയും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോ പറഞ്ഞിട്ട് എന്തോ കാര്യം. ഇതാണ് ഞങ്ങളുടെ ഫേമസ് MS പാളയ. ഓക്കെ, ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ, മേ ബി ഒരു 500 മീറ്റർ ഓർ. സോ ഹാപ്പി ടു ബാക്ക് ഹിയർ വിത്ത് മൈ ബൈക്ക്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എനിക്ക് അതായത് ലാസ്റ്റ് ഇയർ എനിക്കറിയാം, ലാസ്റ്റ് 5 years ബിഫോർ ഒന്നും ഞാൻ ബൈക്ക് പോലും ഓടിക്കത്തില്ലായിരുന്നു. യാ ഞാൻ കുറേ ചേഞ്ച് ആയിട്ടുണ്ട്. ലൈക്ക് ഒരു 5 വർഷം കൊണ്ട് പ്ലേസസ് എല്ലാം സെയിം തന്നെ. എനിക്ക് പ്രത്യേകിച്ച് ഡിഫറൻസ് തോന്നുന്നില്ല. വലിയ ഇന്നോവേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. എവറിത്തിങ് സീംസ് സെയിം. പക്ഷെ ആ വിദ്യാരണ്യൂർ ആ ഒരു സൈഡിലൊക്കെ കുറച്ച് മാറ്റമുണ്ട് എനിക്ക്. പക്ഷെ ഇവിടെയൊക്കെ പക്ക സെയിം ആയിട്ട് തന്നെ. ഈ ഒരു ബിൽഡിംഗ് ഇല്ലായിരുന്നു, ബിൽഡിംഗ് ഉണ്ടായിരുന്നു, പക്ഷേ ഇത് എത്രത്തോളം ഡെവലപ്ഡ് അല്ലായിരുന്നു. നത്തിങ് എൽസ്. വേറെ എന്നാ, എവറിത്തിങ് ഫീൽ സെയിം. ആൻഡ് ദ റോഡെല്ലാം സെയിം തന്നെ കേട്ടോ, ഒരു മാറ്റവും ഇല്ല. റോഡൊക്കെ അടിപൊളി തന്നെ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഡയറക്റ്റ് കോളേജ് ചെല്ലുമ്പോൾ അവന്മാരുടെ ഇത് കാണണമല്ലോ എന്ന് ഓർക്കുമ്പോഴോ എനിക്കിത് ഇവിടുത്തെ ഒരു സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവന്മാർക്കൊരു സൂചി കുത്താനുള്ള ഇടം കൊടുത്തു കഴിഞ്ഞാൽ ഇവന്മാർ അതിനകത്തോടെ വണ്ടി കുത്തി കയറ്റും. നല്ല സ്കിൽഫുള്ളാണ്, പക്ഷേ ഒരു ഇതൊന്നുമില്ല. നമുക്കിവിടെ സത്യം പറഞ്ഞാൽ വണ്ടി ഓടിച്ച് നമുക്ക് ഡെസ്റ്റിനേഷൻ എന്താ പറയുക കുറച്ചൊക്കെ ഇല്ലീഗൽ കാണിച്ചേ പറ്റത്തുള്ളൂ. ഇടത്ത് സൈഡിൽ കൂടെയുള്ള ഓവർടേക്കും കാര്യങ്ങളൊക്കെ ചെയ്താലേ ചില സമയത്ത് നമുക്ക് പറ്റുള്ളൂ. എനിക്കറിയാം സ്റ്റിൽ ദാറ്റ്സ് റോങ്, ബട്ട് സ്റ്റിൽ. അല്ലേ പിന്നെ നിങ്ങളിങ്ങനെ ഏതെങ്കിലും വണ്ടിയുടെ പുറകിന് ഇങ്ങനെ പോകും. അതാണ് ഇപ്പോൾ താണ്ട ഇതുവഴി എനിക്ക് കയറി പോയാലേ ശരിയാവുള്ളൂ. എനിക്ക് കയറി പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ലെഫ്റ്റ് സൈഡാണ് എൻ്റെ, റൈറ്റ് സൈഡാണ് എൻ്റെ കോളേജ്. സോ യു ആർ ഗോയിങ് ടു സീ മൈ കോളേജ്. ഇനി അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഇത്രയും ദൂരം ഞാൻ വന്നിട്ട് ഇതാ എൻ്റെ ഫ്രണ്ടിൽ കാണുന്നുണ്ടോ ഒരു ബിൽഡിംഗ്, ദാറ്റ്സ് അവർ കോളേജ്. സോ ഹാപ്പി ടു ബാക്ക് മാൻ. ഓക്കെ, ഇതെല്ലാം ചേഞ്ചായി. ഇവിടെ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. യെസ് എവറിത്തിങ് ഈസ് ചേഞ്ച്ഡ്. എവറിത്തിങ് ഈസ് സോ ഫ്രഷ് ഹിയർ. ഓക്കെ, എൻ്റെ ബൈക്ക് ഞാൻ അവിടെ നിൽക്കാം. ബൈക്ക് നേരത്തേക്ക് ഇവിടെയൊക്കെ വാരി വലിച്ചിടായിരുന്നു, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇനി അങ്ങനെയൊക്കെ ഞാൻ ദൈവത്തിനറിയാം. ഞാനേ ഇതുകൊണ്ട് അതിനകത്ത് കയറ്റി വെക്കാം. നമുക്കറിയാവുന്ന കടക്കാരൊക്കെ ആയതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ഇവിടുന്ന് ഇതൊക്കെ എനിക്ക് പുതിയതാണ്. ഇവിടെ നിന്ന് വെച്ച് നോക്കാം, എന്തെങ്കിലും ഇപ്പോൾ എടുക്കാമെന്ന് പറയാം. അവിടെ ഇവിടെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു നേരത്തെ, ഒരു ചേച്ചിയുടെ, മലയാളി. അതൊക്കെ പൂട്ടി. ഞാനേ കോളേജിലേക്ക് പോട്ടെ. ഞാൻ എന്തായാലും ക്യാമറ എടുക്കാം. ലെറ്റ്സ് സീ. സോ അതാണ് എൻ്റെ കോളേജ്. അത് ഓക്കെ, ഞാൻ പോയിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടുണ്ട് വരാം, ഡിഗ്രി സർട്ടിഫിക്കറ്റ്. എൻ്റെ കോളേജ്, ഞാൻ കോളേജിൽ നിന്ന് നോഡി സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. ഫീസ് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് മേടിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുക. അത് മേടിച്ച് അത് കോമഡിയാണ്, കാര്യങ്ങൾ ഭയങ്കര കോമഡിയാണ്. ആദ്യം നമുക്ക് അക്കൗണ്ട് സെഷനിൽ നിന്ന് വേണം. അക്കൗണ്ട് സെഷനിൽ നിന്ന് ഞാൻ നോഡിയെല്ലാം മേടിച്ചതിന് ശേഷം ഡയറക്റ്റ് ലൈബ്രറി പോയപ്പോൾ എന്നോട് അവർ ലൈബ്രറി കാർഡ് ചോദിക്കുന്നു. ലൈബ്രറി കാർഡെന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 5 years എന്തോ ആയിട്ടുണ്ട്. ലൈക്ക് ഇപ്പം ഞാൻ എവിടെ നിന്ന് ലൈബ്രറി കാർഡ് കൊടുക്കാൻ, എനിക്കതാ മനസ്സിലാവാതെ. അങ്ങനെ ഞാൻ പറഞ്ഞാൽ അത് 5 years ആയില്ല, ലൈബ്രറി കാർഡൊന്നും എൻ്റെ കയ്യിലില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടങ്ങ് ആർഗ്യൂ ചെയ്യുകയാണ് എൻ്റെ അടുത്ത്. അതായത് അത് വേണം, അതില്ലാതെ തരാൻ പറ്റത്തില്ല. അതാ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഇവർ ചെയ്യും. പിന്നെ അവസാനം അവർ സൈൻ ചെയ്ത് തന്നു, നോഡിയിലും സൈൻ ചെയ്ത് തന്നു, എല്ലാം കിട്ടി. പക്ഷേ ഞാൻ ഇത് കൊണ്ടുപോയിട്ട് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി സബ്മിറ്റ് ചെയ്യാൻ കൊണ്ട് കൊടുക്കണം. അവിടെ ചെന്നപ്പോൾ എന്തോ അവർ 15 minute കഴിഞ്ഞിട്ട് വരും. എന്തിൻ്റെ കാര്യമാണെന്നറിയത്തില്ല. അവരിങ്ങനെയാണ്. ലൈക്ക് അവരുടെ എന്തോ ഔദാര്യം എടുത്ത് തരുന്ന പോലെയാണ് ഇങ്ങനെയൊക്കെ. ഭ്രാന്ത് പിടിക്കുന്നത്. അവിടെ ഞാൻ വരുന്നതിന് തൊട്ട് മുന്നേ ഒരുത്തും കിടന്നിട്ട് അലമ്പുണ്ടാക്കുന്നു. അവന് മലയാളിയാണ്, എന്തോ ഭയങ്കര രീതിയിലൊക്കെ സംസാരിക്കും. ഞാൻ പിന്നെ പോട്ടെന്ന് വിചാരിച്ചു. നമ്മൾ പിന്നെ സമാധാനത്തിൻ്റെ പാതയാണല്ലോ. ഞാൻ പറഞ്ഞ് എന്നാൽ വെയിറ്റ് ചെയ്യും 15 minute. ഞാൻ പറഞ്ഞു ഓക്കെ 15 minute വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ചെന്നൈ പോലെ നടക്കില്ല. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് സമയമായി. 3 മണി 3:15 കഴിഞ്ഞിട്ടുണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ്. സോ ഫൈനലി എൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. സോ ഇതിന് വേണ്ടിയിട്ടാണ് എന്തൊക്കെ ചെയ്തെന്നറിയാമോ? ചെയ്യാത്ത പറഞ്ഞില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഇതിൻ്റെ മേലെയാണ് സ്റ്റേ.
എൻ്റെ ബാംഗ്ലൂരുള്ള വൺ ഓഫ് മൈ ഫ്രണ്ട്, അവൻ്റെ റൂമിലാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. നാളെ രാവിലെ ഏർലി മോർണിംഗ് തന്നെ ഞാൻ തിരിച്ച് ചെന്നൈക്ക് പോകും. രാവിലെ ഒരു മേ ബി 5 മണി, അറിയില്ല, മൂഡ് പോലെ ഇരിക്കും, എണീക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് ജസ്റ്റ് മേലിൽ കൊണ്ടുപോകാം. ഇന്ന് വൈകിട്ട് ട്രേഡ് ചെയ്യണമല്ലോ ഈവനിങ്. സോ അതുകൊണ്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളുണ്ട്, ലാപ്ടോപ്പ്, ടാബ്, അത്രയൊക്കെ ഉള്ളൂ. സോ ബാക്കിയെല്ലാം അവിടെ ചെന്നിട്ട് കാണിച്ചു. സോ ഫ്രം ബാംഗ്ലൂർ ടു ചെന്നൈ ഞാൻ രാവിലെ ഇറങ്ങി. ഇനി ഇന്നത്തെ ലക്ഷ്യം നമ്മുടെ ചെന്നൈ. രാവിലെ ഭയങ്കര കോടയൊക്കെ വീണ് കിടക്കുകയാണ് രാവിലെ. ഇത്ര വീൽ ബേസ് ഉള്ള വണ്ടി ഓടിച്ച് നടക്കാനും കുറച്ചൊക്കെ സ്കില്ല് വേണം, എന്നെപ്പോലെ. ഇവിടെ ഫുള്ള് ലെഫ്റ്റ് ഓവർടേക്കിങ്ങാ കാര്യം. എന്നാലേ നമുക്കൊരു ഡെസ്റ്റിനേഷൻ എത്താൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, ബാംഗ്ലൂർ വണ്ടി ഓടിക്കണമെങ്കിൽ നമ്മൾ വലിയ ലീഗാലിറ്റി നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തണമെങ്കിൽ യു നീഡ് ടു റഷ്. ആൻഡ് അതെല്ലാം നമ്മുടെ റെസ്പോൺസിബിലിറ്റിയിലായിരിക്കണം എന്നുള്ളൂ. ഇവിടെ ആരും പറയത്തൊന്നുമില്ല ലെഫ്റ്റിൽ കൂടെ കയറി പോയി എന്തിനാടാ വന്നേ, അങ്ങനെയൊന്നും ആരും. കേരളത്തിലേക്കാണ് പെടലിക്ക് അടി കിട്ടും, പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ യു നീഡ് ടു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ഇഫ് സംതിങ് ഹാപ്പൻഡ്, ഒരു മനുഷ്യക്കുഞ്ഞ് തിരിഞ്ഞു നോക്കത്തില്ല. അതൊരു ഫാക്റ്റാണ് ഇവിടെ ഞാൻ കണ്ടതിൽ. ഇത് പൊടിയല്ല കേട്ടോ, മഞ്ഞാണ്, കോട. I think I should go like this, right? I don't. എക്സാക്ട്ലി എനിക്ക് കാണാൻ കൂടി വയ്യ. എനിക്ക് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല, പക്ഷെ ലിറ്ററലി മഞ്ഞെന്ന് വെച്ചാൽ മഞ്ഞ്. സോ ഹാപ്പി ടു റൈഡ് ഓൺ ദിസ് മോഡ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് നോക്കണം, ഒബ്വിയസ് ആസ് ഓൾവേസ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇതുവരെ ഇറങ്ങിയതിൽ ഫസ്റ്റ് ഡേ മാത്രമേ, അതായത് ഇന്നലെ മെനഞ്ഞാന്ന് കണ്ണൂരുള്ള സമയം, അവിടെ മാത്രമേ ഞാനെങ്കിൽ ട്രേഡ് എടുത്തിട്ടുള്ളൂ. ഇന്നലെ ഞാൻ ട്രേഡ് എടുത്തിട്ടില്ല. കാര്യം ഞാൻ വണ്ടി ഓടിക്കുമായിരുന്നു, മാക്സിമം കവർ ചെയ്യാൻ നോക്കുമായിരുന്നു. അതാ പിന്നെ അങ്ങനെയൊന്നും ഇല്ല, നമുക്ക് ഉച്ചയ്ക്ക് വണ്ടി നിർത്തി ട്രേഡ് എടുക്കാം. കാര്യം പെട്ടെന്ന് എത്തിയിട്ടും കാര്യമൊന്നുമില്ല. ഇവിടുന്ന് 300 കിലോമീറ്ററേ ഉള്ളൂ, എളുപ്പം എത്തും. 300 കിലോമീറ്റർ ഈസ് നോട്ട് എ ബിഗ് ഡീൽ. ആൻഡ് എസ്പെഷ്യലി ഇത് ഹൈവേയും കൂടാണ്. സോ ഇവിടുത്തെ 100-110 എന്ന് പറഞ്ഞ് പോകാൻ പറ്റും. ലൈക്ക് മറ്റേതിന് ഇവിടെ ട്രാഫിക്കോ കാര്യങ്ങളൊന്നുമില്ല. ഫോഗ് ലാമ്പിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. വണ്ടി ഓടിക്കുന്നത് കാണല്ലേ. എല്ലാ പ്രത്യേകിച്ച് വീഡിയോക്കകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ല. ലൈക്ക് എന്താണ് പറയണ്ടേ, ഞാൻ മറ്റേ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യാനുള്ളതാണ്. സോ ഹെഡിങ് ടുവേർഡ്സ് ചെന്നൈ. ഇതേപോലെ ചൂടുമായിരിക്കും, ചെന്നൈയിലോട്ടൊക്കെ എത്തുമ്പോൾ ഇതുപോലെ ചൂടുമായിരിക്കും. ഈ തണുപ്പൊന്നും കണ്ട് സന്തോഷിക്കണ്ട, ചൂട് ഭയങ്കര ചൂടാന്ന് പറയുന്നത് ചെന്നൈ. നോക്കാം.
ഈ പെട്രോൾ അടിക്കണം. എന്നാടാ എന്നാടാ എന്നാടാ. ഓ, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. കണ്ടോ ഇവിടെ ഇങ്ങനെ കുത്തിയും കയറ്റുക, അല്ല പോകണമെങ്കിൽ ഇതാണ്ട ഇവിടെ കൂടെ കയറ്റണം, പക്ഷെ അവൻ സ്ഥലമില്ല കേട്ടോ. പോയി അങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ. സ്വന്തം റിസ്കിൽ വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് ഇവിടെ. ഇവിടെ സ്ഥലമുണ്ടോ കുത്തി കയറ്റി വണ്ടി എടുത്തുകൊണ്ട് പോകാം. എന്താടാ മോനെ രാവിലെ വേണ്ടോന്നോ ഒരു പവർ കുറവ്? ഇത് കണ്ടോ കണ്ടോ കണ്ടോ, ഇതേ ഇവിടെ നടക്കത്തുള്ളൂ. കണ്ടോ കണ്ടോ, ഇവിടെ ഒരു എൻജിൻ ബ്രേക്കിംഗ് കൂടെ അറിയത്തില്ലെങ്കിൽ ഇവിടെ പെട്ട്. എപ്പോഴാ ബ്രേക്ക് പിടിക്കേണ്ടതെന്ന് അറിയത്തില്ല. സേഫ് റൈഡ് എന്നൊക്കെ പറയുന്ന കമന്റ് സെക്ഷൻ ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു കേട്ടോ. ഇവിടെ സേഫ് റൈഡ് ഒന്നും ഇല്ല. ഇഫ് യു വാണ്ട് ടു റീച്ച് യുവർ ഡെസ്റ്റിനേഷൻ യു നീഡ് ടു റൈഡ് ആസ് യൂൺ ആസ് എന്നുള്ളൊരു സംഭവമാണ്. ബട്ട് ബി ഇൻ യുവർ ലിമിറ്റ്. അതായത് നമുക്കറിയാമല്ലോ നമുക്ക് എങ്ങനെ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. എനിക്ക് എൻ്റെ ലിമിറ്റേഷൻസ് അറിയാം. ആ ഒരു ഇടയിൽ കൂടെ കയറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ വഴി കൂടെ വണ്ടി ഇറങ്ങി പോവോ എന്നുള്ളത് എനിക്കറിയാം. ഐ നോ മൈ ലിമിറ്റേഷൻസ്. സോ നോട്ട് എ ബിഗ് ഡീൽ ഫോർ മീ. ആൻഡ് വേറെ ഒരു വലിയൊരു എന്താണ് ട്രാജിക്കായിട്ടുള്ള റോഡ് വരുവാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. ബിക്കോസ് എനിക്ക് അത്ര വലിയ സ്കില്ലൊന്നും ഇല്ല ഓഫ് റോഡിലും അതേപോലെ ഇത്ര ഹെവി വീൽ ബൈസ് ഉള്ളൊരു വണ്ടിയിലും. ജസ്റ്റ് എ ബിഗിനർ. സോ അതുകൊണ്ട് എനിക്കറിയാം എൻ്റെ ലിമിറ്റേഷൻസ്. പോകാൻ പറ്റുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്ന് എനിക്കറിയാം. അതുവഴി ഞാൻ പൊളിച്ച് ഓടിക്കും. അത് എനിക്ക് എൻ്റെ ഡെസ്റ്റിനേഷൻ റീച്ച് ചെയ്യണം. ചെന്നൈ 304. ചെന്നൈ 304ഓ? മാപ്പിനകത്ത് അത്രയും കാണിക്കുന്നില്ലല്ലോ. മേ ബി ഐ തിങ്ക് just riding, I don't know, let's see. And even if I'm wrong, I'm happy to ride on this road. Woo! So happy man. അടിപൊളി റോഡ്. ഇന്നലത്തെ സ്റ്റോറി കൂടെ പറയാം. അതായത് ഇന്നലെ സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ച് റൂമിൽ വന്ന് ഒരൊറ്റ കിടത്തയായിരുന്നു ഞാൻ. ഫുഡ് കഴിക്കാൻ പോയി നേരെ ഒരൊറ്റ കിടത്ത. എനിക്ക് തോന്നുന്നു 8 മണിക്ക് എന്തോ ഞാൻ കിടന്നതാണ്. പിന്നെ രാവിലെ 6 മണിക്ക് എണീക്കുന്നത്. അമ്മാതിരി ക്ഷീണമായിരുന്നു. വേറെ ഒന്നും ചെയ്യാനോ ട്രേഡ് നോക്കാനോ ഇന്നലെ CPI കൂടെ ആയിരുന്നല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയത്. പിന്നെ ഫ്യൂച്ചേഴ്സാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ഫ്യൂച്ചേഴ്സ് ന്യൂസിൻ്റെ ഡേയ്സ് ഒഴിവാക്കുകയാണ് ഞാൻ മാക്സിമം ചെയ്യാറുള്ളത്. കാര്യം കാണാൻ പറ്റുന്നില്ല. കാരണം അതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒട്ടും കാണാൻ പറ്റത്തില്ല കേട്ടോ. വാട്ട് എ റോഡ് മാൻ. പക്ഷെ അടിപൊളിയാണ് റൈഡ് ചെയ്യാൻ. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഒരു 10 ടേക്ക് പ്രോഫിറ്റ് ഒരുമിച്ച് അടിച്ച ഫീലായി. My adrenaline. This is my adrenaline. This is my adrenaline kick. This is my adrenaline kick. What is even that? ഓക്കെ, ഞാൻ ക്യാമറ കട്ട് ചെയ്യാണ്. ഇനിയും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം. എനിക്ക് ഫ്രണ്ട് റോഡ് ഉണ്ടോന്ന് പോലും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, സോ ഞാൻ ചെന്നൈ എത്തിയിട്ടുണ്ട്. ഒരുമാതിരി ഹെക്റ്റിക് റൈഡായിരുന്നു. ലൈക്ക് എല്ലാ റോഡൊക്കെ പക്ക തന്നെ. പക്ഷേ എന്താണ് ചൂട്, സഹിക്കാൻ പറ്റാത്ത ചൂട്. ഓക്കെ, എനിക്ക് ഓപ്പൺ മൈക്രോയിൽ എൻട്രി എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ ഗ്രൂപ്പിൽ ആൾക്കാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അത് നോക്കാം. ഓക്കെ, ഞാൻ ഇരുന്നില്ലായിരുന്നു സമയത്ത്. എനിക്ക് വണ്ടി ഒതുക്കാൻ പറ്റത്തില്ലായിരുന്നു. അത്രയ്ക്കും ഫുള്ള് NH ഹൈവേ ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ എൻട്രി എടുക്കാനൊന്നും പറ്റിയില്ല. പക്ഷേ എടുത്തിട്ടുണ്ട്, ആൾക്കാർ എടുത്തിട്ടുണ്ട്. സോ യാ, ഐ എം സോ ഹാപ്പി.
ഇനി ഇവിടുന്ന് എനിക്കൊരു ഒരു ഒരു ഓൾമോസ്റ്റ് ഒരു 20 കിലോമീറ്റേഴ്സ് ഉണ്ട്. 21 കിലോമീറ്റർ. യാ ദാറ്റ്സ് ഇറ്റ്. വണ്ടിയുടെ കണ്ടീഷനൊക്കെ കണ്ടോ? വണ്ടി ഒരുമാതിരി. യാ ബാക്കി ഞങ്ങൾക്ക് അവിടെ എത്തിയിട്ട് ഞാൻ റൂം വല്ലതും എടുക്കണം. എന്നിട്ട് ബാക്കി കാര്യം ക്ലോസിങ് മാക്രോ സമയം എന്തോയി? ക്ലോസിങ് മാക്രോ ഇരുന്നാലോ? സമയം എന്തോയി? ക്ലോസിങ് മാക്രോ ഇനിയുണ്ട് ഒരു 10-20 മിനിറ്റ്. സോ ആ സമയം കൊണ്ട് എനിക്ക് റൈഡ് ചെയ്ത് അവിടെ എത്താനുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നോക്കട്ടെ. ചിലപ്പോൾ ഞാൻ ഇരിക്കും, അല്ല എങ്കിൽ നോക്കട്ടെ. എനിവേ ബൈ. ഓക്കെ, ഞാൻ ബാക്ക് ടു കേരളയാണ്. ഞാൻ മുംബൈ പോയില്ല. കാര്യം ഭയങ്കര ചൂടാണ്. ഈ ഒരു സമയത്ത് വണ്ടി ഓടിക്കുന്നത് പറ്റാത്തൊരവസ്ഥയാണ്. ഓക്കെ, ഇനി അത് വിട്. ഞാനിന്നിപ്പോൾ ട്രേഡ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പം നമ്മുടെ ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് മാക്രോയുടെ. ഞാൻ ആ ടൈമിൽ ഒരു എൻട്രി നോക്കാൻ വേണ്ടി ഞാൻ ചാർട്ട് തുറന്നില്ല. ചാർട്ട് തുറക്കാൻ പോവാണ്. ഓക്കെ, കുറച്ചായി ഫോറക്സിൻ്റെ ചാർട്ടിൽ വന്നിട്ട്, അതാ ഞാനിങ്ങനെ നോക്കുന്നത്. ഐ ആം ബെയറിഷ്. നോക്കാം, പ്രൈസിൻ്റെ റണ്ണ് നോക്കാവേ. ലൈക്ക് കുറച്ചും കൂടെ മാറി നിൽക്കാം. വണ്ടി പോകുന്ന സൗണ്ട് കേൾക്കും അല്ലേ? Yeah, I'm bearish. I am bearish. So ഇതായിരിക്കും മേ ബി. ലെറ്റ്സ് സീ ഇവിടെ എങ്ങനെ പ്രൈസ് റിയാക്ട് ചെയ്ത് നോക്കാം. ഒരു മിനിറ്റ്. വീഡിയോയുടെ ലെങ്ത് ഒക്കെ നല്ല രീതിയിൽ കൂടുമെന്ന് എനിക്കറിയാം. നോക്കാവേ നമുക്ക്. ഞാൻ ട്രേഡ് എടുക്കുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോ ഓക്കെ, നമ്മുടെ പ്രൈസ് ഓൾമോസ്റ്റ് നമ്മുടെ TP ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ച് പ്രൈസ് റൺ ചെയ്യാണ്. ലൈക്ക് ഇതൊരു മേജർ ലിക്വിഡിറ്റി സ്വീപ്പാണ്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി ബുള്ളിഷ് അഗെയിൻ. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു ബൈ. സോ ട്രേഡ് അവിടെ ക്യാൻസൽ ചെയ്തിട്ട് ഐ എം ഗോയിങ് ടു ബൈ. ഓക്കെ, ഇവിടെയാണ് എൻ്റെ ബൈ പൊസിഷൻ. ഓക്കെ, എൻ്റെ SL വരുന്നത് ഈ താഴെയായിരിക്കും. ടാർഗറ്റ് ഈ ഒരു എബോ, ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റൺ ചെയ്യും ട്രേഡ്. ടാർഗറ്റിംഗ് ദിസ് ഹൈ ഓൾമോസ്റ്റ് ഒരു 1:2 അതിന് എബോ ഉണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, സോ ആ ട്രേഡ് അത്യാവശ്യം നമ്മുടെ രണ്ട് ട്രേഡ് നമ്മൾ എടുത്തു. രണ്ടും അത്യാവശ്യം TP അടിച്ചിട്ടുണ്ട്. ഇത് 1:2, ഇതും ഓൾമോസ്റ്റ് ഇപ്പോൾ 1:2 ഓളം റൺ ചെയ്യുന്നുണ്ട്. ഞാൻ TP പക്ഷേ ഇവിടെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് ഞാൻ പോവാണ്. ഇനി ഞാൻ നോക്കുന്നില്ലൊന്നും. ഇനി ഞാൻ ഡയറക്റ്റ് വീട്ടിലെത്തിയതുള്ളൂ. സോ നമ്മുടെ റൈഡ് ഇവിടെ എൻഡ് ആവുകയാണ്. ഇനി പ്രത്യേകിച്ച് ഇനി ഒന്നും ഇല്ല ഇതിൻ്റെ അകത്ത് ഇനി ആഡ് ചെയ്യാനായിട്ട്. നേരെ വീട്ടിൽ പോവുക, വീഡിയോ ഇതോടെ ആഡ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, ഇടുക എന്നുള്ളതാണ്. സോ ഇതാണ് നമ്മുടെ ട്രേഡ്. ആദ്യം ഇവിടെ ഷോർട്ട് ഉണ്ടായിരുന്നു. ഇതാ ഇവിടെ ഒരു ഷോർട്ട് ഉണ്ടായിരുന്നു. പ്രൈസ് അവിടുന്ന് ഒരു ഷോർട്ട് ബെയറിഷ് റൺ ചെയ്തു. ഇതാണ് നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്ത ലൈനില്ല, അതായിരുന്നു TP ആയിട്ട് കൺസിഡർ ചെയ്ത്. അവിടെ നിന്ന് തിരിച്ച് ബുള്ളിഷ് റൺ ചെയ്യുന്നു. ഇവിടെ നമുക്കൊരു ക്ലീൻ ഒരു ബൈ സെറ്റപ്പ് ഉണ്ട്. സോ ബൈ എടുത്തു, സ്റ്റോപ്പ് ലോസ് ബിലോ ദിസ് ലോ, പ്രൈസ് റൺ ചെയ്യുന്നു. ഓക്കെ, കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് ഇതിനകത്ത് വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ശരി, അപ്പോൾ ബാക്കി നമുക്ക് വേറെ ഏതെങ്കിലും വീഡിയോയിലൊക്കെ കാണാം. താങ്ക് യു.